മലപ്പുറം തിരൂരങ്ങാടി നന്നമ്പ്രയിൽ വാഹനം തടഞ്ഞു നിർത്തി 2 കോടി കവർന്ന സംഭവത്തിൽ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ്. മുഖ്യപ്രതി തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൽ കരീമുമായിരുന്നു തെളിവെടുപ്പ്. വടിവാൾ, മുഖംമൂടി, 5 ലക്ഷം രൂപ, മൊബൈൽ ഫോൺ എന്നിവ ഇന്നത്തെ തെളിവെടുപ്പിൽ കണ്ടെടുത്തു. സംഭവം കൊട്ടേഷനാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആരുടെ കൊട്ടേഷൻ എന്നതിലേക്ക് പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തുകയാണ്. തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ കരീം, വലിയ പീടിയക്കൽ മുഹമ്മദ് ഫവാസ്, മംഗലശ്ശേരി രജീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കരീമിന്റെ വീട്, വടിവാൾ ഉപേക്ഷിച്ച കിണർ, കവർച്ച നടന്ന റോഡ് എന്നിയിടങ്ങളിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. കരീമിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെത്തി. സമീപത്തെ ആഴമേറിയ കിണറ്റിൽ നിന്ന് 3 വടിവാളുകളും മുഖംമൂടിയും പണം നഷ്ടമായ ഹനീഫയുടെ മൊബൈൽ ഫോണും കണ്ടെത്തി. നഷ്ടമായ പണം കണ്ടെത്താനായില്ല. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ കിണറിൽ നിന്ന് 3 വടിവാളുകളും 2 മങ്കി ക്യാപ്പും അതേപോലെ അന്നത്തെ വിക്ടിമിൻ്റെ പരാതിക്കാരൻ്റെ മൊബൈൽ ഫോണും അത് തകർത്ത നിലയിലാണ്, നശിപ്പിച്ച നിലയിലാണ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. പിന്നെ കരീമിൻ്റെ വീട്ടിൽ നിന്നും 5 ലക്ഷത്തിൽ കൂടുതൽ തുകയും കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഓൾട്ടോ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് കവർച്ചയ്ക്ക് വേണ്ടി പ്രതികൾ കാർ വാങ്ങിച്ച് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട്. 24 തിരൂർ.